The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. അപ്പോൾ നമ്മുടെ കോബ്ര എന്ത് ചെയ്തു? ഡിഫെൻസീവായിട്ട് നിന്നു, അതായത് പ്രതിരോധിക്കാൻ എന്ന രീതിയിൽ നിന്നു. ഇങ്ങനെ സ്വേയിങ് ഫ്രം സൈഡ് ടു സൈഡ്, അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റേ പാമ്പ് പോകുന്ന കണ്ടിട്ടില്ല, ഇങ്ങനെ വളഞ്ഞാണ് അത് പോകുന്നത് അല്ലേ. അപ്പോൾ സ്വേയിങ് ഫ്രം സൈഡ് ടു സൈഡ്, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. അതായത് എന്തിനാണ്? നമ്മുടെ മോങ്കൂസിൻ്റെ ശ്രദ്ധ തിരിക്കാനായിട്ട്. ബൈ മാർക്കിംഗ് എ ഫോൾസ് മൂവ്. അപ്പോൾ പാമ്പ് അങ്ങോട്ട് പോകുമെന്ന് വിചാരിക്കുമ്പോൾ മോങ്കൂസ് വിചാരിക്കുമ്പോൾ ഇങ്ങോട്ട് പോകാൻ, അതായത് മോങ്കൂസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കീരയുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പാമ്പ് അങ്ങനെ ചെയ്തത്. ബട്ട് ദ മോങ്കൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ് ഗ്ലാസി അൺവിങ്ങിങ് ഐസ് ആൻഡ് റെഫ്യൂസ് ടു മീറ്റ് ദം. പക്ഷേ നമ്മുടെ മംഗൂസിന് ഈ പാമ്പിൻ്റെ തിളങ്ങുന്ന കണ്ണുകളുടെ പവർ അറിയാം, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കിയില്ല. Instead, he fixed his gaze at a point just below the cobra's hood and opened that eye. അതിന് പകരം നമ്മുടെ കീരി എന്താ ചെയ്തത്? കീരി പാമ്പിൻ്റെ ആ ഫണത്തിന് താഴെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി ഉറപ്പിച്ചു. എന്നിട്ട് യുദ്ധം തുടങ്ങി. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. അതായത് മുമ്പിലേക്ക് പെട്ടെന്ന് നീങ്ങിക്കൊണ്ട് തന്നെ, അതായത് കോബ്രയുടെ അടുത്തുനിന്ന് ഏതാനും ഒരു ശകലം മാത്രം പുറകിലായിരിക്കെ നമ്മുടെ മോങ്കൂസ് സൈഡിലേക്ക് മാറി. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. പെട്ടെന്ന് തന്നെ നമ്മുടെ കോബ്രയും ഉണർന്നു. His great hood came down so swiftly that I thought nothing could save the mongoose. നമ്മുടെ പാമ്പ് നമ്മുടെ കീരിയെ കൊത്താനായിട്ട് ഇങ്ങനെ വന്നു. പക്ഷേ നമ്മുടെ ഓതർ ഓർത്തു ഇപ്പോൾ മംഗൂസിനെ പാമ്പ് കൊത്തും, മംഗൂസ് ഇപ്പം മരിക്കുമെന്ന് വിചാരിച്ചു. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. പക്ഷേ നമ്മുടെ മോങ്കൂസ് നല്ല ക്ലെവർ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു സൈഡിലേക്ക് നല്ല സുഖമായിട്ട് ചാടി മാറി. And darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. അതായത് പാമ്പ് പുറത്തിട്ട് കൊത്തുന്ന രീതിയിൽ മാറിക്കളഞ്ഞു. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in midair. Shrieking at each other, they returned to the cactus plant. അപ്പോൾ കോബ്ര ഇങ്ങനെ മുന്നോട്ടാഞ്ഞത് നമ്മുടെ കാക്കയും അതുപോലെ തന്നെ മൈനയും കാഴ്ചക്കാരായിട്ട് വന്ന അവർ രണ്ടും പെട്ടെന്ന് മാറി. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചലച്ചുകൊണ്ട് വീണ്ടും അവരുടെ കാക്ടസ് പ്ലാന്റിൽ വന്നിരുന്നു. A few drops of blood glistened on the cobra's back. The cobra struck again and missed. നമ്മുടെ കോബ്രയുടെ പുറത്ത് ഏതാനും തുള്ളി രക്തം പൊടിഞ്ഞു. എന്തുകൊണ്ടാണ്? കാരണം മോങ്കൂസ് ഒഴിഞ്ഞു മാറിയോണ്ട് കൊത്ത് കോബ്രയുടെ തന്നെ പുറത്താണ് കൊണ്ടത്. Again the mongoose sprang aside, jumped in and bit. പക്ഷെ വീണ്ടും ആഞ്ഞു കൊത്താൻ പാമ്പ് നോക്കി, പക്ഷേ നമ്മുടെ മോങ്കൂസ് മാറിക്കളഞ്ഞു. Again the birds dived at the snake, bumped into each other instead and returning shrieking to the safety through the cactus. ഇതെല്ലാം കണ്ട് വീണ്ടും പാമ്പ് കൊത്താനാഞ്ഞു. നമ്മുടെ പക്ഷികൾ രണ്ടും പേടിച്ച് പറന്ന് മാറി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളഞ്ഞു. വീണ്ടും തിരിച്ചു വന്ന് കാക്ടസിൽ ഇരിപ്പുറപ്പിച്ചു. The third round followed the same course as the first, but with one dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ആയപ്പോഴേക്കും ഒരു ചെറിയ വ്യത്യാസം വന്നു. നമ്മുടെ കാക്കയും മൈനയും അതായത് അവരുടെ പാർട്ട് എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ കാക്കയും മൈനയും അവരുടെ റോൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഡൈവ് ചെയ്തു വന്നു. പക്ഷേ ഈ സമയത്ത് അവരുടെ മാർക്ക് നഷ്ടമായി, അതായത് അവരുടെ ആ ഒരു ഉന്നം പിഴച്ചു. The myna flew on and reached its perch, but the crow tried to pull up in midair and turn back. അപ്പോൾ മൈന ഏകദേശം അടുത്തെത്താറായി, പക്ഷേ കാക്ക എന്ത് പറ്റി? മുകളിലേക്ക് വന്നു, എന്നിട്ട് തിരിയാൻ നോക്കി. പക്ഷേ in the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. അപ്പോൾ എന്ത് പറ്റി? രണ്ടാമത്തെ തവണ ഇങ്ങനെ വന്നപ്പം നമ്മുടെ കോബ്ര അതിൻ്റെ തല ഇങ്ങനെ പുറത്തേക്ക് തലയിട്ട് ഇളക്കി, അതുപോലെ തന്നെ വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക്, അപ്പോൾ പുറകിലേക്ക് തല വെച്ചിങ്ങനെ അടിച്ചു. ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, കാക്കേനെ ഇങ്ങനെ തട്ടിയെറിഞ്ഞു. His snout thudding against the crow's body. I saw the bird flung nearly 20 feet across the garden, where after fluttering
about for a while it stays still. അപ്പോൾ ഒരു 20 അടി മാറി കാക്ക പോയി ആ ഗാർഡൻ്റെ പരിസരത്ത് കിടന്നു. അപ്പോൾ എന്നിട്ട് എന്താ ഒന്ന് പിടങ്ങിയ ശേഷം അത് നിശ്ചലമായി. The myna remained on the cactus plant, very wisely refrained from interfering again. അപ്പോൾ മൈനയ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ തീരുമാനമാകുന്നു. അതുകൊണ്ട് തന്നെ മൈനയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നുകൊണ്ട് മൈന പിന്നെ അതിൽ ഇടപെടാൻ പോയില്ല. അത് കാക്ടസ് പ്ലാന്റിൽ അടങ്ങി ഇരുന്നു. The cobra was wakening, and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. അപ്പോൾ ഈ നമ്മുടെ പാമ്പ് കോബ്ര ഇങ്ങനെ മംഗൂസിനോട് പൊരുതി അത് ക്ഷീണിക്കുമായിരുന്നു. ക്ഷീണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മോങ്കൂസ് എന്ത് ചെയ്തു? ഒരു പേടിയില്ലാതെ തന്നെ പാമ്പിൻ്റെ നേരെ ചെന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആ മോങ്കൂസിൻ്റെ കുഞ്ഞ് കാലിൽ പൊങ്ങി നമ്മുടെ പാമ്പിനിട്ട് had the big snake by the snout. With lightning snap had the big പാമ്പിനെ അടിച്ചിട്ടു. The cobra writhed and lashed about in frightening manner and even coiled itself about the mongoose, but all to no avail. നമ്മുടെ പാമ്പ് ആദ്യം ഒന്ന് പേടിച്ച് എന്നിട്ട് മോങ്കൂസിനെ ചുറ്റാനായിട്ട് ശ്രമിച്ചു. The little fellow hung grimly on until the snake had ceased to struggle. അപ്പോൾ നമ്മുടെ മോങ്കോസ് അറ്റാക്ക് തുടർന്നുണ്ടെന്ന് പാമ്പ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാനും തുടങ്ങി. He then smelt along its quivering length and gripping it round the hood, dragged it into the bushes. അപ്പോൾ എന്ത് ചെയ്തു? ആ പാമ്പിനെ അടിച്ചൊതുക്കി അതിനെ വലിച്ചുകൊണ്ട് പോയി. ആ ബുഷസ് ചെടികളുടെ ഇടയിലൂടെ വലിച്ചുകൊണ്ട് പോയി. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. അപ്പം നമ്മുടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ കാഴ്ചക്കാരനെ മൈന എന്ത് ചെയ്തു? മൈന പതിയെ താഴേക്ക് ചാടി അവിടെ നിന്ന് ഈ ചെടികളുടെ ഇടയിലൂടെ എത്തി നോക്കി. പക്ഷെ ഒരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു, ഒരു അകലം പാലിച്ചിരുന്നു. കാരണം എപ്പോഴാണ് ഇത് തിരിച്ച് തനിക്ക് പണി വരുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ ഒരു അകലം പാലിച്ചിരുന്നു. അങ്ങനെ വിത്ത് എ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ, അതായത് ഒരു വിജയത്തിൻ്റെ ഒരു കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷ്രിൽ ക്രൈ. ഷ്രിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭയങ്കര തുളച്ച് കയറുന്ന രീതിയിലുള്ള, ചെവിയൊക്കെ തുളച്ച് കയറുന്ന രീതിയിലുള്ള ഒരു ക്രൈ, ഒരു സൗണ്ട് പുറപ്പെടുവിച്ചു. എന്നിട്ട് പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. അപ്പം നമ്മുടെ ഓദർ എന്ത് ചെയ്തു? ഓദർ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി വീടിനുള്ളിലേക്ക് നടന്നു. എന്നിട്ട് അദ്ദേഹം കണ്ട കാഴ്ച നമ്മുടെ ഗ്രാൻഡ് ഫാദറിനോട് വിവരിച്ചു. He was pleased that the mongoose had won. അപ്പോൾ നമ്മുടെ മോങ്കൂസ് കീരയാണ് ജയിച്ചതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര സന്തോഷമായി. He had encouraged it to live in the garden to keep away the snakes and fed it regularly with scraps from the kitchen. അപ്പം ഗ്രാൻഡ് ഫാദർ പാമ്പുകളെ ഓടിക്കാൻ വേണ്ടി തന്നെ ആ കീരീനെ അവിടെ സ്ഥിരമായിട്ട് പ്രതിഷ്ഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കീരിക്ക് അവിടെ ജീവിക്കാൻ അനുവദിച്ചതുപോലെ അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് ചെറിയ ഭക്ഷണമൊക്കെ കീരിക്ക് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. He had never tried taming it because the wild mongoose was more useful than a domesticated one. പക്ഷേ അതിനെ മെരുക്കാനൊന്നും ഗ്രാൻഡ് ഫാദർ ശ്രമിച്ചില്ല. കാരണം എപ്പോഴും മെരുക്കിയതിനേക്കാളും നല്ലത് വൈൽഡായിട്ട് അല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കുന്ന ഒരു മൃഗമാണ് എപ്പോഴും മെരുക്കി ടെയിം ചെയ്ത ഒരു ആനിമലിനേക്കാളും എപ്പോഴും നിന്ന് ഗ്രാൻഡ് ഫാദറിന് അറിയാമായിരുന്നു. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house, but he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. അപ്പോൾ നമ്മുടെ ഓദർ ഈ ഗാർഡൻ്റെ 4 മൂലകളിലൂടെയും ഇങ്ങനെ യഥേഷ്ടം ഇങ്ങനെ എന്താ ചെയ്യുക, വിഹരിക്കുന്നത് നമ്മുടെ ഓദറിന് ഈ ബനിയൻ ട്രീയുടെ മുകളിലിരുന്ന് കാണാമായിരുന്നു. അങ്ങനെ മാത്രമല്ല, ഒരു ദിവസം നമ്മുടെ ഓദർ കണ്ടു ഈ നമ്മുടെ മോങ്കൂസ്, അതായത് കീരി, വായിലൊരു മുട്ട, അനേക് ഫ്രം ദ പോൾട്രി, അതായത് നമ്മുടെ പക്ഷികളുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ഗ്രാൻഡ് ഫാദർ റെയർ ചെയ്യുന്ന ബേർഡ്സ്. പോൾട്രി എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ കോഴി ഒക്കെ വളർത്തുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ പോൾട്രിയിൽ നിന്നുള്ള ഒരു മുട്ടയും കടിച്ചുകൊണ്ട് വരുന്ന മോങ്കൂസിനെ കണ്ടു. പക്ഷേ പക്ഷികളെ ഉപദ്രവിക്കാത്തതുകൊണ്ടും മാത്രമല്ല, പാമ്പുകളെ അകറ്റി നിർത്തുന്നതുകൊണ്ട് ഗ്രാൻഡ് മദർ നമ്മുടെ കീരിയോട് ക്ഷമിക്കുമെന്ന് നമ്മുടെ ഓദറിന് അറിയാമായിരുന്നു.
The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. The white rat was grandfather's. He had bought it from the bazaar for 4 annas, but I would often take it with me into the roots and branches of the old tree. അപ്പോൾ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്, അതായത് ഒരു സ്ട്രേഞ്ച് കേസ് ഓഫ് ആരുടെയൊക്കെയാണ് സ്ട്രേഞ്ച് കേസ്? ഒരു ഗ്രേ സ്ക്വിറൽ ചാര നിറത്തിലുള്ള അണ്ണാൻ്റെയും ഒരു വൈറ്റ് റാറ്റ് വെളുത്ത എലിയുടെയും സ്ട്രേഞ്ച് കേസ് എന്നിവർ വിളിക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റും സംഭവിച്ച ഈ ട്രീയിലായിരുന്നു. അപ്പോൾ ഈ വൈറ്റ് റാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റേതായിരുന്നു. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 annas. 4 അണ കൊടുത്ത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ബസാറിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഈ വൈറ്റ് റാറ്റിനെ. അപ്പോൾ 4 annas എന്ന് അണ എന്ന് പറയുന്നത് പൈസയുടെ ഒരു യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ റുപ്പി പൈസ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പണ്ട് കാലത്തെ ഒരു ഇന്ത്യയിൽ നിലനിരുന്ന ഒരു നാണയമായിരുന്നു അണ എന്ന് പറയുന്നത്. But I would often take it with me into the roots and branches of the old tree. പക്ഷേ നമ്മുടെ ഓദർ എപ്പോഴും നമ്മുടെ ഈ വെളുത്ത എലീനെ ഈ റൂട്ട്സിലേക്കും ബ്രാഞ്ചസിലും ഒക്കെ കൂടെ കൊണ്ടുപോകായിരുന്നു. banyan tree, where it soon struck up a friendship with one of the squirrels. അതായത് അണ്ണാനുമായിട്ട് പെട്ടെന്ന് ചങ്ങാത്തമായത് ഈ ബനിയൻ ട്രീ വെച്ചായിരുന്നു. They would go off together on little excursions among the branches. അപ്പോൾ ഇവർ ഈ ബ്രാഞ്ചസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിനോദസഞ്ചാരം എന്ന രീതിയിൽ പോകുമായിരുന്നു. Then the squirrel started building a nest. പക്ഷെ അങ്ങനെ ഇരിക്കെ അണ്ണാന് അതിൽ കൂട് കെട്ടി. At first she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. അപ്പോൾ ആദ്യം നമ്മുടെ അണ്ണാന് നമ്മുടെ ഓദറിൻ്റെ പോക്കറ്റിലാണ് കൂടുണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഓദർ ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം അകത്ത് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ പോക്കറ്റിൽ നിന്നും ഈ ചെറിയ കച്ചിയുടെ കഷ്ണങ്ങളും അതുപോലെ തന്നെ പുൽനാമ്പുകളും ഒക്കെ പുറത്തേക്ക് വരുന്നത് കണ്ടു. Then one day grandmother's knitting was missing. അപ്പോൾ ഗ്രാൻഡ് മദർ നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കമ്പിളി വസ്ത്രം നെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ കമ്പിളി വസ്ത്രം നെയ്യുന്ന ആ ഒരു സാധനം കാണാതെ പോയി. We hunted for it everywhere but without success. പക്ഷേ എല്ലായിടത്തും നോക്കിയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. Next day I saw something glinting in the hole in the banyan tree. അപ്പോൾ പിറ്റേ ദിവസം ഈ ബനിയൻ ട്രീയുടെ പൊത്തിനകത്ത് ഇദ്ദേഹം എന്തോ കണ്ടു. നെക്സ്റ്റ് ഡേ going up to investigate, I saw that it was the end of the grandmother's steel knitting needle. അങ്ങനെ നോക്കിയപ്പോൾ ഈ knitting needle, ഈ knitting needle ആണ്ടെ തുമ്പാണതെന്ന് നമ്മുടെ ഓദറിന് മനസ്സിലായി. On looking further, I discovered that the hole was crammed with knitting. അപ്പോൾ ഗ്രാൻഡ് മദർ നെയ്തത് മുഴുവൻ അല്ലെ നിറ്റ് ചെയ്ത് വെച്ചത് മുഴുവൻ നൂറ്റ ആ ഒരു നൂലും അതിൻ്റെ സൂചിയെല്ലാം ഈ പൊത്തിനകത്ത് ഉണ്ടായിരുന്നു. And amongst the wool were 3 baby squirrels, all of them white. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ 3 കുഞ്ഞ് അണ്ണാൻകുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും നിറം എന്തായിരുന്നു? വൈറ്റ്. Grandfather had never seen white squirrels before and we gazed at them in wonder. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ഇതിനു മുമ്പ് വെളുത്ത അണ്ണാനെ കണ്ടിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. We were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, grandfather told me that the rat must be the father. അപ്പോൾ ആദ്യം ഇവരിങ്ങനെ സർപ്രൈസ് ചെയ്തു. പക്ഷേ നമ്മുടെ ഓദർ പറഞ്ഞു ഈ റാറ്റ് എപ്പോഴും ഈ ട്രീ വിസിറ്റ് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു എങ്കിൽ ഈ അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഈ വൈറ്റ് റാറ്റ് ആണെന്ന്. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring, in this case white squirrels. അപ്പോൾ റാറ്റ്സും അതുപോലെ തന്നെ സ്ക്വിറൽസും അണ്ണാനും എലിയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ലെസൺ. അപ്പോൾ ഈ ലെസണിൽ പ്രകൃതിയുടെ ആ ഒരു എന്താ പറയുക മനോഹരമായ മാസ്മരികമായ കാഴ്ചകൾ, പ്രകൃതിയുടെ ഓരോരോ സൃഷ്ടികളും ഒക്കെ അതിൻ്റെ പ്രകൃതിയിലുള്ള നമ്മുടെ ആനിമൽസിനെ, അതായത് അണ്ണാനെയും മോങ്കോസിനെയും കോബ്രായെയും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഓദർ ഇതിൽ കാണിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് പ്രകൃതിയുടെ ഇമ്പോർട്ടൻസ് മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ആണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ലെസണാണ്. ഇനി നമുക്കിതിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള
എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് domain, but the magnificent old banyan tree was mine. Why did the boy say so? അപ്പോൾ നമ്മൾ കഥ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ വീടിൻ്റെ പരിസരമൊക്കെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആയിരുന്നു, പക്ഷേ ബനിയൻ ട്രീ ബോയുടെ ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. The boy said so because the grandfather could not climb the banyan tree. ബോയ് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം ഗ്രാൻഡ് ഫാദറിന് ബനിയൻ ട്രീയെ കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ആ ട്രീ ബോയുടെ ആണെന്ന് പറയാൻ കാരണം. ഹൗ ഡിഡ് ദ സ്ക്വിറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? നമ്മുടെ അണ്ണാൻ എങ്ങനെയാണ് ബോയുടെ ഫ്രണ്ട് ആയത്? വെൻ ദ സ്ക്വിറൽ ഫൗണ്ട് ദാറ്റ് ദ ബോയ് ഡിഡ് നോട്ട് ഹാം ഹിംസെൽഫ് വിത്ത് എ കാറ്റപ്പൾട്ട് ഓർ എയർ ഗൺ, ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. അതായത് നമ്മുടെ ബോയ് ഒരു കാറ്റപ്പൾട്ട്, എന്താണ്, കവൺ അല്ലെങ്കിൽ തെറ്റാലിയും കൊണ്ട് നമ്മുടെ അല്ലെങ്കിൽ മറ്റൊരു എയർ ഗണ്ണോ അങ്ങനെ ഒരു വെപ്പൺസും ഇല്ല, നിരായുധനായിട്ടാണ് വന്നതെന്ന് മനസ്സിലായപ്പം അണ്ണാന് ബോയിയായിട്ട് കൂട്ടായി. The third question, what did the friends of the squirrel think about his friendship with a human? What might have made them think so? അതായത് അണ്ണാൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരു മനുഷ്യനുമായിട്ട് കൂട്ടുകൂടുന്നതിനെപ്പറ്റി എന്താണ് ചിന്തിച്ചത്? അതെന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിച്ചത്? എന്തുകൊണ്ടായിരിക്കും? The squirrel's friend and relatives probably thought him headstrong and a foolish for trusting human. They thought it dangerous as human might harm them. അതായത് നമ്മുടെ അണ്ണാൻ ഒരു ധിക്കാരിയാണ്, അല്ലെ നിഷേധിയാണ്, അതുപോലെ തന്നെ മണ്ടനാണ് എന്നാണ്, ഒരു മനുഷ്യനെ വിശ്വസിച്ച ഇവൻ ഒരു മണ്ടനാണ്, ധിക്കാരിയാണ് എന്നാണ് ഫ്രണ്ട്സും റിലേറ്റീവ്സും അണ്ണാനെ പറ്റി വിചാരിച്ചത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കാൻ കാരണം മനുഷ്യൻ ഇവരെ ഹാം ചെയ്യും, അതായത് ആക്രമിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ അണ്ണാൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവനെ അങ്ങനെ കരുതിയത്. The next question, how was the banyan tree the noisiest place during the fig season? അതായത് ഈ ബനിയൻ ട്രീ ആണ് ഏറ്റവും നോയ്സിയസ്റ്റ് പ്ലേസ് എന്ന് നമ്മൾ പറഞ്ഞു. ഫിഗ് സീസണിലെ ഏറ്റവും നോയ്സിയസ്റ്റ് പ്ലേസ് ബനിയൻ ട്രീ ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയായിരുന്നു? During the fig season, the banyan tree was full of small red figs. Birds of all kinds would flock into its branches. Red-bottomed bull, cheerful and greedy, gossiping rosy pastures, and parrots and crows and squabbling with each other. അതായത് നമ്മൾ പറഞ്ഞു ഫിഗ് സീസൺ ആകുമ്പോൾ ഈ ട്രീയിലൊക്കെ ഒരുപാട് പക്ഷികൾ വന്ന് കൂടുകൂട്ടും. അങ്ങനെ അവ കലവില കൂട്ടി സൗണ്ട് ഉണ്ടാക്കി, അങ്ങനെയാണ് ഇത് ഏറ്റവും നോയ്സിയസ്റ്റ് ആയിട്ടുള്ള സ്ഥലമായി മാറുന്നത്. How did the boy make the spring season exciting for himself? അപ്പോൾ ഈ സ്പ്രിംഗ് സീസൺ ബോയ്ക്ക് എങ്ങനെയാണ് ഏറ്റവും അധികം എക്സൈറ്റിംഗ് ആയിട്ട് മാറിയെന്നാണ് ചോദിക്കുന്നത്. The boy spent the afternoon in a small platform halfway up the tree. അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഉച്ചകഴിഞ്ഞത്തെ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. He read the story books and watched the activities of others from the garden. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിലിരുന്ന് തന്നെ ബുക്കുകൾ വായിക്കുകയും അതുപോലെ തന്നെ താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടൊക്കെ നമ്മുടെ ബോയ് ഇരുന്നു. ഇനി അടുത്ത ചോദ്യം, 6th question, what was the incident that triggered a long-lasting excitement for the boy in summer? അപ്പോൾ സമ്മറിൽ, അതായത് വേനൽക്കാലത്തുണ്ടായ ആ വേനൽക്കാലം മുഴുവൻ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായ സംഭവം എന്തായിരുന്നു? The deadly fight between the mongoose and the cobra triggered a long-lasting excitement for the boy at the summer. അതായത് നമ്മുടെ മോങ്കൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റാണ് ആ ഒരു വെക്കേഷൻ അല്ലെ ആ ഒരു സമ്മർ മുഴുവൻ ഓർത്ത് വെക്കാനുള്ള ഒരു അനുഭവമായിട്ട് അവിടെ സംഭവിച്ചത്. 7th question, how did the cobra regard his opponent? Were they true warriors? അപ്പോൾ നമ്മുടെ കോബ്ര എങ്ങനെയാണ് ഒപ്പോണൻറ്റിനെ കണ്ടിരുന്നത്? അവർ ശരിക്കുള്ള പോരാളികളായിരുന്നോ? The cobra regarded his opponent as a super fighter, clever and aggressive. അപ്പോൾ നമ്മുടെ കോബ്രയ്ക്ക് അറിയാമായിരുന്നു, മുൻപേ പറഞ്ഞു കോബ്രയ്ക്ക് അറിയാമായിരുന്നു നമ്മുടെ ഒപ്പോണൻറ്റ്, അതായത് എതിരാളി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫൈറ്റർ, അത് നല്ലൊരു പോരാളിയാണ്, അതുപോലെ തന്നെ ക്ലെവർ, ബുദ്ധിമാനാണ്, അല്ലെ കൗശലക്കാരനാണ്, അതുപോലെ തന്നെ അഗ്രസീവ്, അതായത് നല്ല ശൗര്യം നിറഞ്ഞതാണ്. കോബ്ര വാസ് ഓൾസോ എ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. നമ്മുടെ കോബ്രയും ഒരു സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ആയിരുന്നു. ബോത്ത് ഓഫ് ദം വെർ ട്രൂ വാരിയേഴ്സ്. കോബ്ര അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചല്ലേ, നമ്മുടെ മോങ്കോസ് ആണ് ജയിച്ചതെങ്കിൽ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ട്രൂ വാരിയേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി 8th question,
How did the mongoose manage to escape from the snake's bite? അപ്പോൾ നമ്മുടെ പാമ്പിൻ്റെ കൊത്തു കൊള്ളാതെ എങ്ങനെയാണ് നമ്മുടെ മോങ്കൂസ് രക്ഷപ്പെട്ടതെന്നാണ് ചോദിക്കുന്നത്. The mongoose bushed his tail, the long hair on his spine stood up and the thickness of the hair saved him from the snake's bite. അപ്പോൾ നമ്മുടെ മോങ്കൂസ് വാല് ഉയർത്തി ഇളക്കി നിന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാലിലുള്ള ആ കട്ടിയുള്ള രോമങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതാണ് പാമ്പിൻ്റെ കൊത്തിൽ നിന്നും നമ്മുടെ മോങ്കൂസിനെ രക്ഷിച്ചത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. The cobra was a good fighter. Pick out one of his fighting techniques. നമ്മുടെ കോബ്ര ഒരു നല്ല ഫൈറ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റിംഗ് ടെക്നിക്ക് നമ്മുടെ കഥയിൽ നിന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. അതായത് കോബ്ര ഇങ്ങനെ ഡിഫെൻസീവായിട്ട്, അതായത് പ്രതിരോധിക്കാൻ എന്നവണ്ണം നിന്നിട്ട് സൈഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയും ചെയ്തു. അതായത് മോങ്കൂസിൻ്റെ ശ്രദ്ധ തിരിച്ച് ഒരു തെറ്റായ നീക്കം നടത്തി രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. അതൊരു നമ്മുടെ കോബ്ര ഒരു നല്ല ഫൈറ്ററാണെന്ന് കാണിക്കാനുള്ള ഒരു ഇൻസ്റ്റൻസ്, സ്റ്റോറിയിലുള്ള ഒരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. The next question. Mongoose proved that he was clever. Can you cite any instance of his cleverness? അതായത് നമ്മുടെ മോങ്കൂസും ക്ലെവർ ആണെന്ന് കാണിക്കാനായിട്ട് ഒരുപാട് ഇൻസ്റ്റൻസ് സ്റ്റോറിയിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്റ്റോറിയിൽ നിന്ന് കാണിക്കാൻ പറ്റുമോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. The cobra tried to mesmerize, to mark a false move, but the clever mongoose knew his opponent's trick. He fixed his gaze at the point below the cobra's foot and opened the attack. അപ്പം നമ്മുടെ കോബ്ര നമ്മുടെ മോങ്കൂസിൻ്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നമ്മുടെ ഒപ്പോണൻറ്റിൻ്റെ എതിരാളിയുടെ ട്രിക്ക് അറിയാമായിരുന്ന നമ്മുടെ ബുദ്ധിമാനായ നമ്മുടെ കീരി എന്ത് ചെയ്തു? കീരി അവൻ്റെ നോട്ടം, അവൻ്റെ ദൃഷ്ടി ആ പാമ്പിൻ്റെ ഭണത്തിന് താഴെ ഉറപ്പിച്ചുകൊണ്ട് തന്നെ അറ്റാക്ക് തുടങ്ങി. And the last question. What was a wonder that nature had kept for them in the nest? അപ്പോൾ നെസ്റ്റിനുള്ളിൽ, അതായത് ആ പൊത്തിനുള്ളിൽ എന്തായിരുന്നു അവരെ അത്ഭുതപ്പെടുത്താനായിട്ടുള്ള ആ സർപ്രൈസ് ആയിട്ടുള്ള ആ കാഴ്ച എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. 3 white baby squirrels was the wonder that the nature had kept for them in the nest. അതായത് 3 വെളുത്ത ബേബി സ്ക്വിറൽസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്ന ആ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച. ഇത്രയുമാണ് നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് പഠിക്കുക. സോ താങ്ക് യു.